മോനെ ജഅഫർ റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്തില്ലേ മോനെ? ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനു നേരെ വരുന്ന ആയുധങ്ങളെ മാറിലേക്ക് സ്വീകരിച്ച മഹാനല്ലേ തൽഹത്ത് റളിയല്ലാഹു അൻഹു. അതുപോലെ സ്വഹാബത്ത് മുഴുവനും ജീവൻ കൊടുത്തില്ലേ? ഉഹദിന്റെ രണാങ്കണത്തിൽ അതാ ഒരു സ്വഹാബി കിടക്കുകയാണ്. അവസാന നിമിഷങ്ങളാണ്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നടക്കുന്നുണ്ട്. അതാ പടക്കളത്തിൽ ഷഹീദായവരെ കാണാൻ നടക്കുകയാണ്. പരിക്കു പറ്റിയവരെ നോക്കി നടക്കുകയാണ്. അപ്പോഴുണ്ടൊരു സ്വഹാബി കിടന്ന് എഴയുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽക്കലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, ഓ ഹബീബേ, ആ കാലൊന്നടുപ്പിച്ചു തരണേ തങ്ങളെ. ആ കാൽക്കലൊന്ന് തല വെച്ചിട്ട് മരിക്കാനാണ് ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയുടെ അടുക്കൽ ചെല്ലുമ്പോ അറിയാതെ പെട്ടെന്ന് കാലം ഉയർത്തിയപ്പോ പടക്കളത്തിൽ കിടന്ന് എഴയുന്ന സ്വഹാബി, പരിക്കു പറ്റിയിട്ട് അവസാന ശ്വാസത്തിലേക്ക് ചേരുന്ന സ്വഹാബി ശരീരം വലിച്ച് റസൂലുള്ളാഹിന്റെ പാദത്തിന്റെ മേലെ തലയങ്ങ് വെച്ചു. ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ മോനെ? തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ അതാ മലയുടെ ഒരു ചെരുവിലേക്ക് ഹബീബിന് കയറാൻ കഴിയുന്നില്ല. താങ്ങി പിടിച്ചിട്ട് ഹബീബിനെ കയറ്റിയില്ലേ മോനെ? എനിക്കും നിങ്ങൾക്കും അതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ. കാലിൽ ധരിച്ച ചെരുപ്പ് പൊട്ടിയിട്ട് ഹബീബിന് നടക്കാൻ വയ്യ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഹബീബേ വിഷമിക്കരുത്, ഒന്ന് ചേർന്ന് നിൽക്കൂ നബിയേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുട്ടികളെ എടുക്കും പോലെ എടുത്തുകൊണ്ടല്ലേ സൗർ ഗുഹയിലേക്ക് പോയത്. അറിയില്ലേ മോനെ? ഓ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മറന്നുപോയോ? അതാ ജനങ്ങൾ ഊരിപ്പിടിച്ച വാളും കൊണ്ട് നിൽക്കുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അലിയാരെ ഇവിടെ കിടക്കണം, ഞാനങ്ങ് പോയിക്കോട്ടെ. അലിയാര് തങ്ങൾക്കറിയാം ഇവരെല്ലാം ചാടി വീണ് വെട്ടിയാൽ റസൂലുള്ളാഹിന്റെ പകരം എനിക്കാണ് വെട്ടുകൊള്ളുക, എനിക്കാണ് വാളുകൊണ്ട് ആയുധമേൽക്കുക. അപ്പോഴും നഫ്സി ഫിദാക യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങൾക്ക് പകരം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന കവലച്ചട്ടമ്പികളുടെ മുമ്പിൽ കിടന്നുകൊടുത്ത ധൈര്യവും സ്നേഹവും വേറെ ഒരു നേതാവിന്റെ ചരിത്രത്തിലും ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അനുയായികളായ ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ, നന്നായി സ്വലാത്തു ചൊല്ലണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണം, അതിലേക്കൊന്ന് ലയിക്കണം. ഈ വെള്ളിയാഴ്ച രാവൊന്നു മുതലാകണം, അത് ഹബീബിലേക്ക് ചേരാനാകണം. വിസ്വാല് കിട്ടുന്ന രാത്രിയാകണം, ഹബീബിനെ കാണാനാകണം. യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഒന്ന് കൈപിടിക്കാൻ, ഹബീബിന്റെ കൈപിടിക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്.